വല്ലാത്തൊരു വിധിയായിപ്പോയി. വിധിയിലുമുണ്ടല്ലോ ചില വിധികൾ. ആ വിധിയെക്കുറിച്ചാണ് സമൂഹത്തിനിപ്പോൾ ആശങ്ക. ഒരു മനുഷ്യൻ മരിക്കുന്നു, കൊല്ലപ്പെടുന്നു. ആ കൊലയുടെ പിന്നിലുള്ള ആൾക്കാരെക്കുറിച്ച് അന്വേഷിക്കുന്നു. അന്വേഷണത്തിൽ പൂർണ്ണമായ സംതൃപ്തി സമൂഹവും ഇരകളും ആത്മവിശ്വാസം കൊള്ളുന്നു. ഏറ്റവും അവസാനം വർഷങ്ങളെടുത്തതിന് ശേഷം കോടതി അവരെ വെറുതെ വിടുന്നു. പിന്നീടൊരു ചോദ്യം അവശേഷിക്കുന്നില്ലേ? ആരാണ് കൊന്നത് എന്നുള്ളത്, ആരാണ് കുറ്റവാളി എന്നുള്ളത്, അതാരാണ് കണ്ടെത്തുക? വളരെ വേദനിപ്പിക്കുന്ന ഒരു ചിത്രം നാം കണ്ടു. റിയാസ് മൗലവിയുടെ ഭാര്യ പൊട്ടിക്കരയുകയാണ്. ആ ദുരന്തപൂർണമായിട്ടുള്ള ഒരു അനുഭവം മുതൽ കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന കരച്ചിൽ, ആ കരച്ചിലിന് പര്യവസാനം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഇരകൾക്കുണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും എന്തിനാണ് കരയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്? ആ കരച്ചിൽ കേൾക്കുന്ന നമുക്കൊക്കെയും തന്നെ മനസ്സ് വേദനിക്കുന്നില്ലേ? ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് ആരാണ് ആഗ്രഹിക്കാത്തത്? ഒരു കൊലപാതകം ചെറിയ കുറ്റമാണോ? ഒരു ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി പെൻസിൽ കക്കുന്ന ലാഘവത്തോടെ തള്ളിക്കളയേണ്ടതാണോ ഒരു കൊലപാതകം? അല്ല. ദൈവം കൊടുത്ത ഒരു ജീവനാണ് അപഹരിക്കപ്പെടുന്നത്. അവർക്ക് നീതി ലഭിക്കണം, അവരുടെ കൂടെ നിൽക്കണം. അതേതൊരു മനസാക്ഷിയുള്ള മനുഷ്യൻ്റെയും കടമയാണ്.